എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ബാലസംഘം പട്ടാഴി വടക്കേക്കര വില്ലേജ് കമ്മിറ്റി അംഗം വൈഗ. പ്രധാന വാർത്തകൾ. +2 78.69% വിജയം. റെയിൽവേയുടെ അവഗണന വീണ്ടും, പാലക്കാട് പൂട്ടുന്നു. പ്രസാദത്തിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്ക് ഒത്തുതീർന്നു. ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിന് ഒരാണ്ട്. +1 അപേക്ഷ 16 മുതൽ, ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. +2 78.69% വിജയം. തിരുവനന്തപുരം. സംസ്ഥാനത്ത് +2 പരീക്ഷയിൽ 78.69% വിജയം. കഴിഞ്ഞ വർഷത്തെ 82.95-നേക്കാൾ 4.26% കുറഞ്ഞു. പരീക്ഷ എഴുതിയ 3,74,755 വിദ്യാർത്ഥികളിൽ 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇതിൽ 1,68,561 പെൺകുട്ടികളും 1,26,327 ആൺകുട്ടികളുമാണ്. 39,242 പേർ എല്ലാ വിഷയത്തിനും A+ നേടി. 63 സ്കൂൾ 100% വിജയം നേടി. 105 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. റെയിൽവേയുടെ അവഗണന വീണ്ടും, പാലക്കാട് പൂട്ടുന്നു. തിരുവനന്തപുരം. നിരന്തര അവഗണനയ്ക്ക് പുറമെ കേരളത്തിന്റെ റെയിൽവേ ഡിവിഷനും പൂട്ടിടാൻ ഇന്ത്യൻ റെയിൽവേ. പാലക്കാട് ഡിവിഷൻ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. പാലക്കാടിനെ വെട്ടി കോയമ്പത്തൂർ, മംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കാനാണ് പദ്ധതി. വരുമാനത്തിന്റെയും സൗകര്യത്തിന്റെയും പേരിലാണ് നടപടി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുമ്പേ പ്രഖ്യാപനമുണ്ടായേക്കും. പ്രസാദത്തിൽ നിന്ന് അരളിപ്പൂ ഒഴിവാക്കും. തിരുവനന്തപുരം. തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദം, നിവേദ്യം, അർച്ചനാ നിവേദ്യം എന്നിവയിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്ക് ഒത്തുതീർന്നു. ന്യൂഡൽഹി. ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന മാനേജ്മെന്റ് ഉറപ്പു നൽകിയതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ 2 ദിവസം നീണ്ട സമരം ഒത്തുതീർപ്പായി. പണിമുടക്കിയതിന് പിരിച്ചുവിട്ട എല്ലാ തൊഴിലാളികളെയും തിരിച്ചെടുക്കാമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഡോക്ടർ വന്ദനദാസ് കൊലപാതകത്തിന് ഒരാണ്ട്. കൊല്ലം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന വന്ദനദാസ് ഡ്യൂട്ടിക്കിടെ അക്രമിയുടെ കുത്തേറ്റ് മരിച്ചിട്ട് വെള്ളിയാഴ്ച ഒരാണ്ട് തികയുന്നു. +1 അപേക്ഷ 16 മുതൽ, ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. തിരുവനന്തപുരം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ നടപടി 16-ന് ആരംഭിക്കും. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ മെയ് 19 EK നായനാർ ദിനത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും. മുംബൈ പതനം പൂർണ്ണം. ഹൈദരാബാദ് ലക്നൌവിൽ തോൽപ്പിച്ചതോടെ 5 വട്ടം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് IPL-ൽ നിന്ന് പുറത്ത്. ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കടന്നാക്രമണത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പം തകർന്നടിഞ്ഞത് മുംബൈ ഇന്ത്യൻസ് കൂടിയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.